ാണെന്നും അവർ ശിർക്കിന്റെയും കുഫ്റിന്റെയും വക്താക്കളാണെന്ന് പറഞ്ഞ് അവർ ഖുറാഫികളാണെന്ന് പറഞ്ഞ് ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളെ ബ്രിട്ടീഷുകാർ ഒറ്റുകൊടുക്കുകയുണ്ടായി. ഞാൻ ഈ സമയത്ത് ഒരു ചരിത്രത്തിന്റെ താളുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കറിയില്ലേ, പരിശുദ്ധമായ ഇസ്ലാം നമുക്കറിയാം. നാം പള്ളിയിൽ നിന്ന് വിരിച്ചുകൊണ്ടിരിക്കുന്ന മുസല്ല, ഈ മുസല്ലക്ക് തുടക്കം കുറിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാരല്ല. ഞാനും നിങ്ങളും പള്ളിയിൽ മുസല്ല വിരിച്ചുകൊണ്ട് നിസ്കരിക്കുന്നു. റൗള ശരീഫിന്റെ ഫോട്ടോ കാണുമ്പോൾ, അതേപോലെ തന്നെ കഅബയുടെ ഫോട്ടോ കാണുമ്പോൾ, കഅബയുടെ ഖിബ്ല കാണുമ്പോൾ പലപ്പോഴും ഞാനും നിങ്ങളും സന്തോഷിക്കുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥമായ നിലയിൽ പഠിപ്പിച്ച ആശയം അനുസരിച്ചിട്ടാണോ മുസല്ല വിരിക്കുന്നത്? അല്ല, മറിച്ച് മുസ്ലിമീങ്ങളുടെ യഥാർത്ഥമായ മനസ്സും മുസ്ലിമീങ്ങളുടെ യഥാർത്ഥമായ അല്ലാഹുവിനോടുള്ള അടുപ്പവും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിയ ഗൂഢതന്ത്രത്തിന്റെ പ്രതിഫലനമാണ് നമ്മുടെ പള്ളികളിലേക്ക് എത്തിയിരിക്കുന്ന മുസല്ല. തുർക്കിയിൽ നിന്ന് ക്രിസ്ത്യാനികളുടെ ആ ഒരു ആലയത്തിൽ നിന്ന് ഇറങ്ങി വന്ന മുസല്ലയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നാം ഇന്ന് പിരിച്ചു നിസ്കരിക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. പക്ഷേ നാം അത്തരം ഒരവസ്ഥയിലേക്ക്, അത്തരം ഒരു കാര്യത്തിലേക്ക് നാം എത്തപ്പെട്ടിരിക്കുന്നു. നാം അറിയാതെ എത്തപ്പെട്ടിരിക്കുകയാണ്. അധിനിവേശം എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അമേരിക്കയും അതേപോലെ തന്നെ പാശ്ചാത്യൻ രാജ്യങ്ങൾ ഇസ്ലാമിനെ തകർക്കാനൊരുങ്ങുന്ന കാര്യമാണ്. ആ കാര്യങ്ങൾ ഏതെല്ലാം മേഖലകളുണ്ടോ, ഏതെല്ലാം മലയോര മലമോ, അതേപോലെ പെപ്സിയുടെ അധികമോ എന്റെ പ്രിയപ്പെട്ടവരെ, അധിനിവേശം എന്ന് പറയുന്ന അമേരിക്ക ഏതെല്ലാം കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നതോ അതൊക്കെ ഈ രാജ്യത്ത് നമ്മളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതിന്റെ വരച്ച സാമ്പിളാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്, അഥവാ മുസല്ല. ആ മുസല്ലയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ബ്രിട്ടീഷുകാരുടെ അതല്ലെങ്കിൽ തുർക്കിക്കാരുടെ ആ ഒരു ഉൽപ്പന്നമാണ്. അത് ഇന്ന് എല്ലാ രാജ്യത്തും പ്രചാരത്തിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. ബ്രിട്ടീഷുകാര് പല രാജ്യങ്ങളിലേക്കും ചാരന്മാരെ അയക്കുകയുണ്ടായി. അഥവാ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്പെയിൻ എന്ന അർത്ഥത്തിൽ ചാരന്മാർ, ബ്രിട്ടീഷ് സ്പെയിൻ എന്ന ആ ഒരു അർത്ഥത്തിൽ പല ഭാഗങ്ങളിലേക്ക് ചാരന്മാരയക്കുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു യോഗം നടക്കുമ്പോൾ നാം പലപ്പോഴും അറിയാതെ പോയിട്ട് ഒളിഞ്ഞു കേൾക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതേപോലെ തന്നെ നാട്ടിൽ ഐക്യവും സാഹോദര്യവും ഉണ്ടാകുമ്പോൾ അവിടെ ഫിത്നയും ഫസാദും ഉണ്ടാക്കാൻ വേണ്ടി പലപ്പോഴും നമ്മളിൽപ്പെട്ട അല്പം ചില ആളെങ്കിലും അത്തരം ഒരുപാട് ജീവിക്കുന്ന തെളിവുകളുള്ള കറാമത്ത് കാണിച്ച മഹാനായ തങ്ങളവர்கள் നമ്മുടെ ഈ നാട്ടിലേക്ക് കാലുകുത്തിയത് തന്നെ വളരെയധികം ആവേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും മഹാനായ തങ്ങളവർക്ക് നൽകുമാറാകട്ടെ. ദീർഘകാലം ദീനിന് നേതൃത്വം വഹിക്കാനും നമുക്ക് നേതൃത്വം വഹിക്കാനും അഭിമന്യനായ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടെയുള്ള ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ്. ദുആ ചെയ്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞ വിഷയം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ആഗോളതലത്തിൽ തീവ്രവാദവും ഭീകരവാദവുമായി പരിചയപ്പെടുത്തുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് ഈ രാജ്യത്തുള്ള ജനങ്ങൾ വളരെയധികം പഠിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തെ തെറ്റിദ്ധരിച്ചു പോയ ഈ രാജ്യത്തുള്ള മറ്റു മതസ്ഥരെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന ആ പ്രഖ്യാപനം എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് സഹോദര്യം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനമാണ്. മാത്രമല്ല പ്രവാചകർ ഈ ലോകത്തോട് പ്രഖ്യാപിച്ചത് ഭീകരതയിലേക്ക് ക്ഷണിക്കുന്നവർ, തീവ്രവാദത്തിലേക്ക് ക്ഷണിക്കുന്നവർ അവരൊരിക്കലും എന്റെ മതത്തിൽപ്പെട്ടവരല്ല, എന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവരല്ല. ലൈസ മിന്ന
അവരെ ആദരിച്ചു കൊള്ളണമെന്ന്, അവരെ ബഹുമാനിച്ചു കൊള്ളണമെന്ന് ഈ രാജ്യത്ത് പരിശുദ്ധമായ ഇസ്ലാം പ്രചരിപ്പിക്കുമ്പോൾ, ഈ രാജ്യത്ത് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ഒരിക്കലും ഇസ്ലാം തീവ്രവാദത്തിന്റെയോ ഭീകരവാദത്തിന്റെയോ ലേബലിൽ പ്രത്യക്ഷപ്പെടുകയോ അതിനു വേണ്ടി ആഹ്വാനം നൽകുന്നില്ല. അഭിനന്ദനായ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ്, അതേപോലെ മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ള ആളെന്തെങ്കിലൊക്കെ നേതൃത്വം വഹിക്കുന്ന സംഘടനയെ കുറിച്ച് ഇന്നുവരെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം അത് തീവ്രവാദത്തിന്റെ മതമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ രാജ്യത്തുള്ള വിഘടിത ആശയക്കാരല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ രാജ്യത്തുള്ള കൃഷ്ണനിക്കറിയാം, ഈ രാജ്യത്തെ ഗോപിക്കറിയാം, ജോലിക്കറിയാം, കാന്തപുരം ഉസ്താദും അതേപോലെ മഹാനായ ഉള്ള ആളെന്നവർക്ക് നേതൃത്വം വഹിക്കുന്നത് സമാധാനത്തിനും സൗഹാർദ്ദത്തിനും വേണ്ടിയാണ്. നിങ്ങൾക്കറിയില്ലേ, ഈ 4-5 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ കാന്തപുരം ഉസ്താദ് കാസർഗോഡ് മഹാനായ തങ്ങളുടെ പാദസ്പർശനമേറ്റ് അർശപുളകിതമണിഞ്ഞ മഞ്ചേശ്വരം റിസോർട്ട് വെച്ച് മഹാനായ കാന്തപുരം ഉസ്താദിന്റെ കേരളത്തിലെ ജനങ്ങൾ പരസ്പരം രാഷ്ട്രീയ കലയത്തിന്റെ പേരിൽ പരസ്പരം ഭിന്നിച്ചപ്പോൾ അവരെ ഒന്ന് ഉണക്കാൻ വേണ്ടി ആ ഭിന്നിപ്പ് ഇല്ലായ്മ ചെയ്യാൻ, രാഷ്ട്രീയ കലഹമില്ലായ്മ ചെയ്യാൻ ഒരു പ്രഖ്യാപനം നടത്തി മനുഷ്യ മനസ്സുകളെ കോർത്തുവെക്കാൻ കാന്തപുരത്തിന്റെ കേരള എന്ന യാത്ര എന്ന് പറഞ്ഞ് കാന്തപുരം ഉസ്താദ് അങ്ങ് മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം പാറശാല വരെ യാത്ര ചെയ്യുകയുണ്ടായി. ഈ രാജ്യത്ത് പരസ്പരം ഭിന്നിച്ചുകൊണ്ടിരുന്ന പാനൂരിന്റെ തെരുവോരങ്ങളിലൂടെ അതേപോലെ തന്നെ പരസ്പരം ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ പരസ്പരം കലഹിച്ചുകൊണ്ട് ജീവാർപ്പണം നടത്തിയ ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ അതാപുരത്തിലൂടെ കാന്തപുരം ഉസ്താദിന്റെ പ്രചരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര് ഇസ്ലാം പ്രചരിതാനം ചെയ്യുന്നത് സമാധാനമാണ്. 600ഓളം വരുന്ന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മുതൽ ജാമിയ സാദിയ മുതൽ അതേപോലെ ഹിമ്മാത്ത് മുതൽ അങ്ങകലെ പാറശാല വരെ 600ഓളം വരുന്ന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉണ്ട്. അവരെ ഒരിക്കലും ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരിക്കലും പ്രഖ്യാപിക്കുന്നില്ല. അഭിനന്ദനായ കാന്തപുരം ഉസ്താദ് അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ബുഖാരി ശബ്ദ നടത്തുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അനുചരന്മാർക്ക് ആദ്യമായി നൽകിയ ആ പ്രഖ്യാപനമാണ്. അത് ഈ രാജ്യത്തുള്ള എല്ലാ ജനങ്ങൾക്കും നിങ്ങൾ കാരുണ്യം ചെയ്യണം, നന്മ ചെയ്യണം. എന്നാൽ ഭാരതീയ ആകാശലോകത്തിൽ നിന്ന് മാലാഖന്മാരെ നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്യുമെന്ന് കാന്തപുരം ഉസ്താദ് പ്രവാചകരുടെ ഹദീസ് പഠിപ്പിക്കുമ്പോൾ ഈ രാജ്യത്തിന് നേതൃത്വം വഹിക്കുന്ന എസ്വിഎസിന്റെ നേതാക്കൾ ഈ രാജ്യത്തുള്ള യുവജനങ്ങളും ബഹുജനങ്ങളും തയ്യാറാകണം. എസ്വിഎസിന്റെ യൂണിറ്റ് വേണം, എസ്എസ്എഫിന്റെ യൂണിറ്റ് വേണം, എസ്പിഎസ് ഉണ്ടാക്കണം. ആ നിലയിൽ മഹാന്മാരായ സയ്യിദന്മാരുടെ പിൻഗാമികളായി അവരുടെ ആശയത്തിന്റെയും ആദർശത്തിന്റെയും കീഴിൽ അവരുടെ ശൃംഖലയിൽ ഒരംഗമായി വാഴാൻ ഈ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും ശ്രമിക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഇവിടെ സംസാരിക്കാൻ അവസരം നൽകിയ ഈ നാട്ടിലുള്ള ഈ ജമാഅത്ത് കമ്മിറ്റിക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. الله سبحانه وتعالى ഈ നാട്ടിൽ പുതുതായി നിർമ്മിച്ച പള്ളി, ആ പള്ളിക്ക് വേണ്ടി പലവിധ സഹായങ്ങളും സേവനങ്ങളും അർപ്പിച്ച സർവർക്കും അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. സുദീർഘമായി സംസാരിക്കേണ്ട ഒരു അവസരമല്ല. വളരെ നേരത്തെ തുടങ്ങി സാരവത്തായ പല ഉപദേശങ്ങളും കേട്ട് മുഷിച്ചിരിക്കുന്ന ഈ സമയത്ത് സംസാരിക്കുന്നതിനേക്കാളേറെ
ഏറ്റവും ഉചിതം ഇപ്പോൾ ആ പരിപാടിക്ക് ഒരുക്കാതിരിക്കണം. ഏതായിരുന്നാലും പ്രത്യേകമായി ഓർമ്മിപ്പിക്കുവാനുള്ളത്, ഒരു നാട്ടിലെ പള്ളി എന്ന് പറയുമ്പോൾ അത് സമാധാനത്തിൻ്റെയും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രകാശത്തിൻ്റെയും കേന്ദ്രമായിട്ടാണ് ഇത് വരുന്നത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ റബ്ബിന്റെ ഓർമ്മ ഹൃദയത്തിൽ നിലനിർത്തി, ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിച്ച് ഈ രാജ്യത്തിന്റെ, ഈ നാട്ടിന്റെ എല്ലാ വിഭാഗത്തോടും കൃപയോടെ, കരുണയോടെ, സമാധാനത്തോടെ ജീവിച്ച് സൃഷ്ടാവായ റബ്ബിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ വേണ്ടി ഉദ്ഘോഷിക്കുന്ന, ഉപദേശിക്കുന്ന ഒരു തത്വ സംഹിതയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഞാൻ ആ ഭാഗത്തേക്ക് വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് പള്ളിയും സമാധാനത്തിന്റെ കേന്ദ്രമാണ്. നമ്മോട് കൽപ്പിക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു വേണം നാം ഏത് കാര്യത്തിലും ഒരുങ്ങാൻ. കുല്ലു അംരിൻ ബാലിൻ യുഉദു ബിസ്മില്ലാഹി ഫഹുവ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാതെ ഏത് വിഷയത്തിൽ ഏർപ്പെട്ടാലും അത് ബറക്കത്തില്ലാത്തതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയില്ല, പിശാച് കൂടെ കഴിക്കുന്നു. വെള്ളം കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ, വസ്ത്രം ധരിക്കുമ്പോൾ, ഇങ്ങനെ ഏത് വിഷയമാണ് വല്ല സാധനം വാങ്ങുകയോ കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ബിസ്മി പറയാതെയാണ് ആ കാര്യങ്ങൾ ഏർപ്പെടുന്നതെങ്കിൽ എല്ലാവരും മുമ്പിൽ കടന്നിരിക്കുക. ബഹുമാനപ്പെട്ട തങ്ങളെ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നതാണ്. അതിനുശേഷം ചുള്ളിക്കോട് ഇപ്പം എത്തും, അതിന് പ്രസംഗമുണ്ട്. എല്ലാവരും ബഹുമാനപ്പെട്ട തങ്ങളുടെ ദ്വയിൽ പങ്കുകൊള്ളാൻ വേണ്ടി എല്ലാവരും സദസ്സിൽ വളരെ ആത്മാർത്ഥമായി നന്ദി പറയുക. എല്ലാവർക്കും വേണ്ടി ربنا لك الحمد حمدا طيبا كثيرا مباركا على كل حال كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. أرحم الراحمين لا تسيداയ തമ്പുരാനെ സദസ്സുകളിൽ വെച്ചുകൂടിയ സർവ്വ മുഅ്മിനീങ്ങൾ, ഈ പള്ളിക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്ത, ഈ പള്ളിയുടെ നിർമ്മാണം ഏറ്റെടുത്ത ഒരു പ്രിയപ്പെട്ട സഹോദരൻ അർഹമുർ റഹീമായ റബ്ബേ, അദ്ദേഹത്തിൻ്റെയും ഞങ്ങളുടെയും ഒക്കെ മാതാക്കളും പിതാക്കളും ഉസ്താദുമാരും മശായിഖുമാരും ഭാര്യമാരും ഭർത്താക്കന്മാരും ജ്യേഷ്ഠാഞ്ചന്മാരും സഹോദരിമാരും അവരുടെയൊക്കെ ഭാര്യമാരും ഭർത്താക്കന്മാരും സന്താനങ്ങളും ഞങ്ങളുടെയും നമ്മുടെയും ഒക്കെ സർവ്വ കുടുംബങ്ങൾ, ഭാര്യ കുടുംബങ്ങൾ സ്നേഹിച്ചവർ, സഹായിച്ചവർ, പ്രത്യേകമായി ഈ പള്ളിക്ക് വേണ്ടി, ഈ പരിപാടിക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്ത സർവ്വ മുഅ്മിനീങ്ങൾ, ഈ നാട്ടിലെ മറ്റ് ഏതെല്ലാം വിധത്തിലുള്ള ദീനിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്, ദീനിൻ്റെ സംരംഭങ്ങളുണ്ട്, അതിനു വേണ്ടി എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരും നിന്റെ ദീനിൻ്റെ മറ്റ് അനവധി പ്രവർത്തനങ്ങൾക്ക്, അനവധി സ്ഥാപനങ്ങൾക്ക്, പ്രത്യേകം ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും പലവിധ സഹായ സഹകരണങ്ങൾ ചെയ്ത മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഞങ്ങൾ എല്ലാവരിൽ നിന്നും വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും മാഫാക്കി തന്നെ തമ്പുരാനെ, സർവ്വ തെറ്റുകളും പുറത്തു തന്നെ തമ്പുരാനെ, ഈമാനും ഹിദായത്തും തന്നെ അനുഗ്രഹിക്കണേ റഹ്മാനെ. എപ്പോഴും പുറത്തുപോയി എന്നെ ഓർക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമകളാക്കി തന്നെ തമ്പുരാനെ, നിന്റെ കൽപ്പനകൾ സ്വീകരിച്ച് ജീവിക്കുന്നവരാക്കി തന്നെ തമ്പുരാനെ, നീ ഒഴിയാൻ പറഞ്ഞ സർവ്വ വിഷയങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിന്ന് ജീവിക്കുന്നവരാക്കി തന്നെ തമ്പുരാനെ. അർഹമുർ-റഹീമായ റബ്ബേ, സകറാത്തിന്റെ സമയം എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പൂർണ്ണമായും മോചിതരാക്കി തന്ന് അവസാനത്തെ കലിമത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വ്യക്തമായി ഉച്ചരിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുപിടിക്കുന്നവരുടെ കൂട്ടത്തിലാക്കി തന്നെ തമ്പുരാനെ. റസൂലുൽ ഖാത്തിമയിലായി ഞങ്ങളെയും ഞങ്ങളുടെ പറഞ്ഞ സർവ്വരെയും, പ്രത്യേകിച്ച് ഈ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി എല്ലാ ചെലവുകളും ബാധ്യതകളും ഏറ്റെടുത്ത സർവ്വരെ, ഈ പ്രിയപ്പെട്ട സഹോദരനെയും അർഹമുർ-റഹീമായ റബ്ബേ, റസൂലുൽ ഖാത്തിമയിലും കാമിലായ ഈമാനിലും എല്ലാ സർവ്വ തെറ്റുകുറ്റങ്ങളിലും പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടവരായി മരിക്കുന്ന വിധത്തിലാക്കി തന്നെ തമ്പുരാനെ. ഖബർ സ്വർഗമാകുന്ന കൂട്ടത്തിലാക്കി തന്നെ തമ്പുരാനെ. ഖബർ സ്വർഗമാക്കി തന്നെ തമ്പുരാനെ. പൂർണ്ണമായും നരകമോചിതരാക്കി തന്നെ തമ്പുരാനെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നിന്റെ സ്വാലിഹ്യങ്ങളെയും കണ്ടും കേട്ടും അവരോടൊപ്പം കൂടിയും സ്വർഗത്തിൽ കറിയും കൂടുന്ന
ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്യാണത്തിൽ സംബന്ധിക്കുന്ന എൻ്റെ കാണുന്ന സജ്ജനങ്ങൾ ഞങ്ങൾ എല്ലാവരെയും നീ ആക്കി തന്നെ തമ്പുരാനെ. അർഹമുർ-റഹീമായ റബ്ബേ, ഞങ്ങൾ എണ്ണിപ്പറഞ്ഞവരിൽ പലവിധ രോഗികളുണ്ട്. പ്രത്യേകമായി ഈ നാട്ടിലെ ദീനീ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങൾ ചെയ്തവരിലും പഠിച്ചവനെ ഏതെല്ലാം വിധത്തിലുള്ള രോഗികളുണ്ട്. ആ സർവരുടെയും രോഗങ്ങൾ ശിഫിയാക്കി തന്നെ തമ്പുരാനെ. പഠിച്ചവനെ ചെറുതും വലുതുമായ ഏത് രോഗങ്ങളും ശിഫിയാക്കണേ തമ്പുരാനെ. നമ്മൾ എണ്ണിപ്പറയേണ്ടതില്ല, എല്ലാം നീ അറിയുന്നവനാണ്. ശിഫിയതയേണ്ടവനും ഈ ഒരുവൻ മാത്രമാണ്. അർഹമുർ-റഹീമായ റബ്ബേ, നിന്റെ കൃപ കൊണ്ട് പൂർണ്ണമായും ശിഫ തരണം തമ്പുരാനെ. കടം കൊണ്ട് കഷ്ടപ്പെട്ട സർവരുടെ കടങ്ങൾ നീ വീട്ടി തരും തമ്പുരാനെ. വീടില്ലാതെ കഷ്ടപ്പെട്ട സർവർക്കും അനുയോജ്യമായ വീട് നീ എളുപ്പമാക്കി തന്നു തമ്പുരാനെ. നിർമ്മാണം തുടങ്ങിയ വീടിന്റെ പൂർത്തീകരണം എളുപ്പമാക്കി തന്നു തമ്പുരാനെ. മനുഷ്യത്തിന് വഴിയില്ലാതെ വരുമാനമില്ലാതെ കച്ചവടം വിദേശ യാത്രകളും പല വഴികളും മാർഗങ്ങളും ഏർപ്പെട്ട് വിജയിക്കാതെ പ്രയാസപ്പെട്ടവരുണ്ട്. പഠിച്ചവരെ സർവ്വ കഷ്ടങ്ങളും പ്രയാസങ്ങളും തീർത്തു തന്നെ തമ്പുരാനെ. ബറക്കത്തുള്ള ജീവിതത്തിന്റെ വഴി നീ എളുപ്പമാക്കി തന്നെ തമ്പുരാനെ. നീ തന്ന മാർഗങ്ങൾ മുഴുവനും ബറക്കത്തുള്ളതാക്കി തന്നെ തമ്പുരാനെ. പുരോഗതിയും ഉയർച്ചയും വളർച്ചയും ഉള്ളതാക്കി തന്നെ തമ്പുരാനെ. അർഹമുർ-റഹീമായ രാജസീയനായ തമ്പുരാനെ, വിവാഹപ്രായമെത്തിയ പെൺമക്കളുള്ളവരുണ്ട്, വിവാഹത്തിനൊരുങ്ങിയ ചെറുപ്പക്കാരുണ്ട്. പഠിച്ചവനെ സ്വാലിഹങ്ങളായ ഭർത്താക്കളെ നീ എളുപ്പമാക്കി തമ്പുരാനെ. സ്വാലിഹത്തായ ഭാര്യമാരെയും എളുപ്പമാക്കി തമ്പുരാനെ. സന്തോഷത്തോടെ വിവാഹം ചെയ്യേണ്ട വഴികളും എളുപ്പമാക്കി തമ്പുരാനെ. പഠിച്ചവനെ വിവാഹ ജീവിതത്തിൽ വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. ആണിൻ്റെയോ പെണ്ണിൻ്റെയോ ആരുടെ തകരാറാണെങ്കിലും ആരുടെ കുറവാണെങ്കിലും പഠിച്ചവനെ നീയാണ് തീർത്തു തരേണ്ടവൻ. സർവ്വത്തിനും പരിഹാരമാക്കി തരേണ്ടവൻ നീയാണ്. എല്ലാ തടസ്സങ്ങളും നീക്കി തരണം തമ്പുരാനെ. സർവ്വ കുറവുകളും പരിഹരിച്ചു തരണം തമ്പുരാനെ. സ്വാലിഹീങ്ങളായ ആൺമക്കളെയും പെൺമക്കളെയും തരണം തമ്പുരാനെ. ഗർഭിണികളായ സർവ്വ സഹോദരിമാരുടെയും പ്രസവം എളുപ്പമാക്കി തന്നെ തമ്പുരാനെ. നീ തന്ന മക്കളെയും ഇനി തരുന്ന മക്കളെയും സ്വാലിഹീകളാക്കി തന്നെ തമ്പുരാനെ. പഠിച്ചവനെ നിന്റെ ദീനനോട് സ്നേഹമുള്ള മക്കളാക്കി തന്നെ തമ്പുരാനെ. മതഭൗതിക വിജ്ഞാനത്തിൽ പുരോഗതിയും ഓർമ്മശക്തിയും വിവരശക്തിയും വിവരണശക്തിയുമുള്ള മക്കളാക്കി തന്നെ തമ്പുരാനെ. ദുനിയാവിലും ആഖിറത്തിലും കണ്ണും മനസ്സും നിറയുന്ന മക്കളാക്കി തന്നെ തമ്പുരാനെ. അർഹമുർ-റഹീമായ റബ്ബേ, കേസിൽ കുടുങ്ങിയവരെ, ജയിലിലടക്കപ്പെട്ടവരെ, മറ്റ് പലവിധ മാനസിക ശാരീരിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞെരുങ്ങുന്നവരെ എല്ലാവരെയും ഈ സലാമത്തിലും സന്തോഷത്തിലുമാക്കി തന്നെ തമ്പുരാനെ. എല്ലാ പ്രയാസങ്ങളും തീർത്തു തന്നെ തമ്പുരാനെ. ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ഏതെല്ലാം നിലക്കുള്ള ഉദ്ദേശങ്ങളാണ് പൂർത്തിയാക്കേണ്ടവർ സർവ്വ ഉദ്ദേശങ്ങളും ഹൈറായ നിലക്ക് നീ പൊരുത്തപ്പെട്ട നിലക്ക് ദുനിയാവിലും ആഖിറത്തും ഞങ്ങൾക്ക് ഗുണകരവും ഞങ്ങൾ സന്തോഷിക്കാൻ വഴിയൊരുങ്ങുകയും ചെയ്യുന്ന നിലക്ക് ഞങ്ങൾ എണ്ണിപ്പറഞ്ഞവർക്ക് സ്നേഹിച്ച സഹായിച്ച സർവർക്ക് പ്രത്യേകമായി ഈ പള്ളിക്ക് വേണ്ടി എല്ലാ ബാധ്യതയും ഏറ്റെടുത്ത ആ പ്രിയപ്പെട്ട സഹോദരന് അവരുടെ കുടുംബങ്ങൾക്ക് നീ പൂർത്തീകരിച്ച് തന്നെ തമ്പുരാനെ. ഉപകരിക്കുമ്പോൾ ചോദിക്കൽ വക്കറബിക്കൽ യാ അർഹമർ റഹീമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.
السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. ما سامني الدهر ضيما واستجرت به إلا ونلت جوارا منه لم. നല്ല കാര്യങ്ങളിൽ നമ്മെ സഹായിക്കുകയും നമ്മോട് സഹകരിക്കുകയും ചെയ്യുന്നവർ തുടങ്ങി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി തരുമാറാവട്ടെ. അർഹമുറാഹിമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളുടെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞാൻ ഈ നാട്ടുകാർ എന്നെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ അത് കുറെ മാസങ്ങൾക്ക് മുമ്പായതുകൊണ്ട് ഇവര് ക്ഷണിച്ച സമയത്ത് എനിക്ക് മറ്റെന്തോന്ന് പറഞ്ഞു. ഇതിപ്പോ എന്ത് തന്നെയായാലും നിങ്ങളുടെ ഈ നാട്ടിൽ വരേണ്ടി വരും എന്നൊന്നും കരുതിയിരുന്നില്ല. അങ്ങനെ കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസത്തെ പരിപാടികൾക്കായി UAE-യിൽ ചെന്ന് ആ പരിപാടിയൊക്കെ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴാണ് ഇവര് രണ്ടാമതും പറയുന്നത് 23-ാം തീയതിയാണ് നമ്മളെ പരിപാടി. വലിയൊരു ബിൽഡിംഗ് HSBC എന്ന് പറഞ്ഞ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പ്രവർത്തകന്മാർ താമസിക്കുന്ന റൂമിൽ അവർ താമസിക്കാൻ സൗകര്യം ചെയ്തു. ആ 21 ദിവസം ഫുള്ളായിട്ട് AC-യിൽ താമസിച്ചു. പുറത്തിറങ്ങിയാൽ ഭയങ്കരമായ ചൂട്. അവിടെ ചൂടായിട്ടില്ല, ഇപ്പൊ ചൂടായി വരുന്നേ ഉള്ളൂ. എന്നിട്ടും ഭയങ്കരമായ ചൂടുകൊണ്ട് ബിൽഡിംഗ് ഒന്നും ഇങ്ങോട്ട് ഇറങ്ങിയാൽ അപ്പൊ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. അദ്ദേഹത്തിന്റെയും അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറുകളെ അല്ലാഹു തആല സ്വർഗത്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ഇബ്രാഹിം സഖാഫിയുടെ ആ ആത്മാർത്ഥമായ പ്രവർത്തനം, അദ്ദേഹം ഈ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കാണിച്ച വല്ലാത്ത താല്പര്യം, ഇതൊക്കെ അന്ന് നേരിട്ട് മനസ്സിലാക്കി ഈ സുബൈക്കട്ട പ്രദേശത്തുകാര് ദീനീ പ്രവർത്തനത്തിന് നൽകുന്ന മുൻഗണന എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയത് കൊണ്ടാണ് ഇന്ന് ഇവര് നിർബന്ധിച്ചപ്പോൾ ഏതായാലും വേണ്ടിയില്ല വരാം എന്ന്. അൽഹംദുലില്ലാഹ് ഇവിടെ വന്നപ്പോൾ വളരെ സന്തോഷമായി. പ്രസംഗിക്കാൻ കഴിയില്ലെങ്കിലും ഈ പള്ളി കണ്ടപ്പോൾ ഈ പള്ളിയുടെ നിർമ്മാണത്തിന് ആവശ്യമായ തുക കണ്ടെത്തിയത് വളരെ പ്രധാനമായിട്ട് അബുദാബിയിലെ മുസഫയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രവർത്തകരും മറ്റുമാണ് എന്നവർ പറയുന്നു. അപ്പോ വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പള്ളിയെ ഇബാദത്ത് കൊണ്ട് ധന്യമായ, എപ്പോഴും ഇബാദത്ത് നിലനിൽക്കുന്ന, ജമാഅത്ത് നിലനിൽക്കുന്ന, അതുപോലെ ദീനിയായ ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന ദർസ് നിലനിൽക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമായി ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. ആ പള്ളി ഉണ്ടാക്കാൻ നമ്മെ അല്ലാഹു തആല അനുഗ്രഹിച്ചതുപോലെ നല്ലതുപോലെ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വല്ല സിനിമാ തിയേറ്ററോ കല്യാണ മണ്ഡപങ്ങളോ അതല്ലെങ്കിൽ ആളുകൾക്ക് കച്ചവടം ചെയ്യാൻ ആവശ്യമായ സൗകര്യങ്ങളുള്ള കച്ചവട സ്ഥാപനങ്ങൾ അടങ്ങുന്ന ഒരു കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയാലോ എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആ സാധനങ്ങളൊക്കെ തുടങ്ങാൻ
നമ്മുടെ ഈ പള്ളി ഉണ്ടാക്കാൻ ആവശ്യമായി നമ്മൾ ചെലവഴിച്ച അത്ര തന്നെ ക്യാഷ് വേണ്ട. ഇത്രയും പൈസ കൊണ്ട് ഈ പള്ളി നിർമ്മിച്ചു. ഇവിടെ ഇനത്തിൽ നല്ല ഒരു സംഖ്യ ഓരോ മാസവും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കണം. എന്തിനാണ് ഇതൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യം? ഇത് നമ്മളിവിടെ ആലോചിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഈ ഉദാഹരണം പറയുന്നത്. അതിന്റെ ഇടക്ക് ഒരു കാര്യം ഉണർത്താനുള്ളത്, സ്ത്രീകൾ നമുക്ക് കഴിയുന്ന നിരക്കുള്ള സംഭാവന ചെയ്യുമ്പോഴാണ് അത്തരം കാര്യങ്ങൾ നടത്താൻ കഴിയുക. അതുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും നല്ല സംഭാവന ചെയ്യണം. ഇപ്പോ ബക്കറ്റുമായിട്ട് വരുന്നത് സ്ത്രീകളുടെ ഭാഗത്തേക്കാണ്. അതുകൊണ്ട് സഹോദരിമാര് അത് സംഭാവന ചെയ്യണം. അല്ലാഹു തആല നിങ്ങളുടെ എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരുമാറാവട്ടെ. സഹോദരിമാരുടെ കൂട്ടത്തിൽ ഗർഭസമുദ്രം എന്ന് പറഞ്ഞ വലിയ ഒരു മഹാസമുദ്രം, ആ മഹാസമുദ്രത്തിൽ ഒരു ദ്വീപ് ഫിജി എന്ന് പറഞ്ഞിട്ടൊരു വലിയ ദ്വീപുണ്ട്. ആ ദ്വീപില് നമ്മളെ ഇന്ത്യക്കാരായ ഒരുപാട് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് ഇപ്പൊ ടെലിഫോൺ ചെയ്ത് ചോദിച്ചാൽ സമയത്രായി ചോദിച്ചാൽ അവര് പറയും തിങ്കളാഴ്ച രാവിലെ വന്നഹാരി ലായാത്തിന്റെ ഉലില്ലൽബാ. ഈ രാപ്പകലുകൾ വ്യത്യാസപ്പെടുന്നതിലും ആകാശഭൂമികളെ സൃഷ്ടിച്ചതിലുമൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നതാണ്. രാപ്പകലുകൾ വ്യത്യാസപ്പെടുക എന്ന് പറഞ്ഞതാണ് ഇപ്പോ നമ്മൾ കണ്ടത്. ഒരു സ്ഥലത്ത് ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ വേറൊരു സ്ഥലത്ത് ഞായറാഴ്ച രാത്രി കഴിയാൻ പോകുകയാണ്. മറ്റൊരു സ്ഥലത്ത് ഞായറാഴ്ച ദിവസം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇങ്ങനെ രാത്രിയും പകലും പല സ്ഥലത്തും നോക്കി, ചില സ്ഥലത്ത് ചൂട് കൂടുതൽ, ചില സ്ഥലത്ത് ഭയങ്കര തണുപ്പാണിപ്പോ. സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന വലിയ ഒരു രാജ്യമുണ്ട്. കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര ഫിഖ് സമ്മേളനത്തെ സംബന്ധിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ കൂടെ ഖാദിമായിട്ട് ഞാനും പോയി. ആ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് നുഅ്മാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ ടെലിഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് അവിടെ ചൂട് എങ്ങനെയുണ്ട്, സൗത്ത് ആഫ്രിക്ക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ബോധം ടെലിഫോൺ സംസാരിച്ചപ്പോൾ എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചു പോയി. ഇപ്പൊ ഭയങ്കര ചൂടാണല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഏറ്റവും കൊടിയ തണുപ്പാണ് ഞങ്ങൾക്ക് ഇവിടെ. സൗത്ത് ആഫ്രിക്ക തെക്ക് ഭാഗമാണ്, ഭൂമധ്യരേഖയുടെ കുറെ തെക്കാണ്. അതുകൊണ്ട് അവിടെ ഇപ്പൊ ഏറ്റവും വലിയ തണുപ്പാണ്. തണുപ്പിന്റെ ശക്തിയിൽ കുറെ ആള് മരിച്ചു എന്നാണ് ആ ചെറുപ്പക്കാരൻ. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഈ ചൂടിന്റെ ശക്തി കൊണ്ട് ഈ കഴിഞ്ഞ ആഴ്ച കൊണ്ട് മാത്രം 70 ആളുകൾ മരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ സംവിധാനിച്ചത്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെയും ആകാശങ്ങളെയും ഒക്കെ ഇങ്ങനെ പല തരത്തിലാക്കിയതിന്റെ പിന്നിൽ അവന് വലിയ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം എന്താണ് എന്നല്ലേ ഈ പ്രപഞ്ചത്തെ പറ്റി ശരിയായി മനുഷ്യൻ ചിന്തിക്കണം. അങ്ങനെ മനുഷ്യന്മാർ പ്രകൃതിയെ സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ലോകത്തുള്ള കടലുകളെ സംബന്ധിച്ചും ആകാശങ്ങളെ സംബന്ധിച്ചും വലിയ വലിയ നക്ഷത്രങ്ങളെ സംബന്ധിച്ചും ഈ ഭൂമിയിലൂടെ ഒഴുകുന്ന പുഴകളെ സംബന്ധിച്ചും ഒക്കെ ആലോചിക്കുമ്പോൾ ഈ ഭൂമിയിൽ തന്നെ 6 മാസം മുഴുവൻ നീണ്ട രാത്രിയുള്ള സ്ഥലമുണ്ട്. ഈ ഭൂമിയിൽ തന്നെ ചില സ്ഥലങ്ങളിൽ ഒരു രാത്രിയായി കഴിഞ്ഞാൽ, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ 6 മാസം ഒന്നായിട്ട് അവിടെ രാത്രി തന്നെ, പിന്നെ നേരം വെളുക്കുന്നേയില്ല. അതുപോലെ തന്നെ 6 മാസം നേരം വെളുത്താൽ പിന്നെ 6 മാസം ഒന്നായിട്ട് പകല് തന്നെ. അവിടെ രാത്രിയാകണമെങ്കിൽ 12 മണിക്കൂറോ 6 മണിക്കൂറോ പോരാ, 6 മാസം കഴിയണം. അപ്പോ അവരുടെ ആ നാട്ടിൽ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു രാത്രിയും ഒരു പകലുമാണ്. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന മനുഷ്യൻ
തീർച്ചയായും അവന്റെ ചിന്ത ശരിയായ രൂപത്തിൽ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ അവൻ പറയാൻ നിർബന്ധിതനാകും, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചതാണ്, അതല്ലാതെ മനുഷ്യരെ കൊണ്ട് ഈ ലോകത്തെ ഈ രൂപത്തിൽ ക്രമീകരിക്കാൻ സാധ്യമല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ശരിയായി മനസ്സിലാക്കി നല്ല തഖ്വയുള്ള ആളുകളായി ജീവിച്ച് അവസാനം സ്വർഗത്തിന്റെ ആളുകളാകണം ഒരു വിഭാഗം. അതേസമയം അല്ലാഹു തആലയെ സംബന്ധിച്ച് അവൻ ഈ കാണിക്കുന്ന അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ കണ്ടാലും ആ അല്ലാഹു തആലയിൽ വിശ്വസിക്കാതെ അവനെ തള്ളിപ്പറഞ്ഞ് അവനെ ചോദ്യം ചെയ്ത് അവന്റെ വിധിവിലക്കുകൾ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗവും ഈ ലോകത്തുണ്ടാവും. അങ്ങനത്തെ ആളുകൾ അവസാനം നരകത്തിന്റെ അടിമകളായി അതിന്റെ അവകാശികളായി മാറും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ഹിക്മത്തോടു കൂടിയാണ്, തന്ത്രത്തോടു കൂടിയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അപ്പൊ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അല്ലാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനും അവനെ മനസ്സിലാക്കി അവന് ഇബാദത്തെടുത്ത് അവൻ പറഞ്ഞ അതേ വഴിയിലൂടെ സഞ്ചരിച്ച് അവസാനം അവന്റെ പൊരുത്തത്തിലായി കഴിയാനും പറ്റിയ ഒരു സമുദായമായി നമ്മൾ മാറണം. അത് മാറണമെങ്കിൽ ഇവിടെ സിനിമാ തിയേറ്ററുകൾ മാത്രം ഉണ്ടായാൽ പോരാ, ഇവിടെ കല്യാണങ്ങൾ ആർഭാടപൂർവ്വം നടത്താനുള്ള കല്യാണ മണ്ഡപങ്ങൾ മാത്രം ഉണ്ടായാൽ പോരാ, അതുപോലെ തന്നെ ആശുപത്രികളും യൂണിവേഴ്സിറ്റികളും കോളേജുകളും പോലീസ് സ്റ്റേഷനുകളും നാടകം നടത്താനുള്ള തിയേറ്ററുകളും അല്ലാത്തതുമായി എല്ലാ സൗകര്യങ്ങളും ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പറയാനോ അല്ലെങ്കിൽ അവനെ ഇബാദത്തെടുക്കാനോ ഉള്ള കേന്ദ്രങ്ങൾ ഇവിടെ ഉണ്ടാകാതായി പോയാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആഗ്രഹം ഈ ലോകത്ത് നടപ്പാകാതെ വരും. അപ്പൊ അള്ളാഹുവിനെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു സമൂഹം ലോകത്തുണ്ടാവുക എന്നത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ ജിന്നുകളെയും മനുഷ്യന്മാരെയും മുഴുവൻ നാം സൃഷ്ടിച്ചത് അവര് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ന് അള്ളാഹു പറയുകയാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പള്ളി ഉണ്ടാക്കിയ പൈസ കൊണ്ട് മറ്റേതെങ്കിലും ഉണ്ടാക്കിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട്. ഞാൻ വെറുതെ പറയല്ല. 1996 ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദിന്റെ കൂടെ അമേരിക്കയിൽ പോകാൻ ആദ്യത്തെ അവസരം. ബഹുമാനപ്പെട്ട ഉസ്താദിന് എന്നും ഇതുപോലത്തെ പരിപാടിയാണ്. ഒരു നാട്ടിലല്ലെങ്കിൽ വേറൊരു നാട്ടിൽ, ഇന്ത്യയിലല്ലെങ്കിൽ ഇന്ത്യന്റെ പുറത്ത്, അറബ് നാട്ടിലോ അല്ലാത്ത നാട്ടിലോ ആഫ്രിക്കയിലോ അമേരിക്കയിലോ. ഇപ്പോൾ നിങ്ങളുടെ പള്ളി ഉദ്ഘാടനത്തിന് ഇന്ന് ബഹുമാനപ്പെട്ട ശൈഖുന ഇവിടെ എത്തേണ്ടതായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് വന്നില്ല? ഇന്ന് ഞാൻ ഇങ്ങോട്ട് പുറപ്പെടുന്നതിന്റെ മുമ്പും ടെലിഫോണിൽ സംസാരിച്ചു. ജമ്മു കാശ്മീരിലെ ശ്രീനഗർ എയർപോർട്ടിൽ നിന്നാണ് ഇന്ന് ടെലിഫോണിൽ സംസാരിച്ചത്. ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിൽ, അഥവാ കഴിഞ്ഞ മെയ് 28-ാം തീയതി കാരന്തൂർ മർക്കസിലും അതുപോലെ തന്നെ മർക്കസിന്റെ കീഴ് സ്ഥാപനമായ ഊനൂരും മദീനത്തുൽ നൂറിലുമൊക്കെ വന്നു. കാശ്മീരിലെ മുഖ്യമന്ത്രി വന്നു. നബിദിന പരിപാടികളിലൊക്കെ സംബന്ധിച്ച് അദ്ദേഹം മർക്കസിലേക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിരുന്ന കാശ്മീരിൽ നിന്ന് വന്ന കുട്ടികൾ നന്നായി പഠിക്കുന്നുണ്ടോ, അവര് ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വളരെയധികം സന്തോഷത്തോടു കൂടി തിരിച്ചുപോയി. അങ്ങനെ തിരിച്ചുപോയതിന് ശേഷം അദ്ദേഹം ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് കത്തെഴുതി. കാശ്മീരിൽ ജമ്മുവിൽ നിന്ന് ഏതാണ്ട് 200ഓളം കിലോമീറ്റർ അകലെ രജൌരി എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ വലിയ ഒരു വലിയന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട ഒരു ഉന്നതമായ യൂണിവേഴ്സിറ്റി ഉണ്ട്, രജൌരി യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിലെ
പ്രഗത്ഭരായ പ്രൊഫസർമാരും മറ്റുമൊക്കെ ചേർന്ന് നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വരണം, നിങ്ങളുടെ കൂടെ ഞാനും വരും ആ സ്വീകരണ പരിപാടിയിലേക്ക് എന്ന് അറിയിച്ച് മുഖ്യമന്ത്രിക്ക് സൗകര്യമുള്ള ഡേറ്റ് 21-ാം തീയതി ഇന്നലെയാണ്. അങ്ങനെ 21-ാം തീയതി നിങ്ങൾ വരികയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ ആ പരിപാടി വളരെ ഭംഗിയാക്കാം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രജൗരിയിലെ ആ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ പ്രൊഫസർമാരും വിദ്യാർത്ഥികളും ചേർന്ന് നൽകുന്ന സ്വീകരണത്തിൽ സംബന്ധിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഷെയ്ഖുന കഴിഞ്ഞ 19-ാം തീയതി ഇവിടെ നിന്ന് പോകുകയാണ്. ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇന്ന് ശ്രീനഗറിൽ മറ്റൊരു പരിപാടിയും കഴിഞ്ഞ് വൈകുന്നേരം ഒരു 6 മണിന്റെ മുമ്പായിട്ട് ഡൽഹിയിൽ എത്തിയിട്ടുണ്ടാകും. ഡൽഹിയിലേക്കുള്ള വിമാനം കാത്തിരിക്കുമ്പോഴാണ് ഞാൻ ടെലിഫോണിൽ സംസാരിച്ചത്. അങ്ങനെ ജമ്മു കാശ്മീരിലായതുകൊണ്ടാണ് ഇന്നത്തെ പരിപാടിക്ക് എത്താൻ പറ്റാത്തത്. ഒരു ഭാഗത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ.പി. ഉസ്താദിനെയും അവര് നേതൃത്വം നൽകുന്ന സുന്നി പ്രസ്ഥാനത്തെയും ഒക്കെ എതിർക്കുന്ന ഒരുപാട് ആളുകൾ. കാശ്മീരിൽ നിന്ന് 100-200-ലധികം കുട്ടികൾ വന്ന് മർക്കസിൽ പഠിച്ചപ്പോൾ കാശ്മീരിൽ നിന്ന് കുട്ടികളെ അവിടെ പഠിച്ചിട്ടില്ല എന്ന് പ്രചരണം നടത്തി. പിന്നെ ലോകത്തുള്ള എല്ലാവരും അവിടെ കാശ്മീരിൽ നിന്നുള്ള കുട്ടികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവര് മർക്കസിൽ നിന്ന് തിരിച്ചു പോകാൻ, ഒഴിച്ചു പോകാൻ തുടങ്ങി എന്ന് പ്രചരണം നടത്തി. അങ്ങനെയൊക്കെ എല്ലാ നിലക്കും ദുഷ്പ്രചരണം നടത്തിയ ആളുകൾക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ വന്ന് മർക്കസിൽ നേരിട്ട് വന്ന് പരിപാടി നടത്തിയപ്പോഴാണ് ഞങ്ങൾ ഈ പ്രചരിപ്പിച്ച പ്രചരണം ഒന്നും തന്നെ ജനങ്ങൾ ഇനി വിശ്വസിക്കുകയില്ല എന്ന് മനസ്സിലാക്കി തൽക്കാലം ആ ആരോപണം മതിയാക്കാൻ വന്നത്. ഞാൻ ആ ഭാഗമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് അമേരിക്കയിൽ സംഭവം. അങ്ങനെ അമേരിക്കയിൽ ചെന്ന് നോക്കിയപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാര് അവിടെ കാണാൻ കഴിഞ്ഞ കാഴ്ച, കുറെ പള്ളികളിൽ ഞാൻ പോയി. ആ പള്ളികൾ അധികവും ക്രിസ്ത്യാനികളുടെ ചർച്ച്, ആ ചർച്ച് മാറ്റി പള്ളിയാക്കിയത്. ക്രിസ്ത്യാനികളുടെ കനീസ മാറ്റി പള്ളിയാക്കിയതാണ്. അവിടെ അമേരിക്കയിലുള്ള 95% പള്ളികൾ, ലോസ് ആഞ്ചലസിലെയും ഓറഞ്ച് കൗണ്ടിയിലെയും സാനോസയിലെയും സാൻ നേറ്റീവിലെയും സാൻ ഫ്രാൻസിസ്കോയിലെയും ഒക്കെ പള്ളികളിൽ പോയി അവിടുത്തെ ആളുകളോട് പ്രസംഗിച്ചതാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കുറഞ്ഞ ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടെ 2 മാസം നിന്ന് ആ ഭാഗത്തുള്ള ഏതാണ്ട് എല്ലാ പള്ളികളും. അങ്ങനെ ഈ പള്ളികളൊക്കെ പുറമെ നിന്ന് നോക്കിയാൽ പള്ളിയാണ് എന്ന് തോന്നുക തന്നെയില്ല, ചർച്ചാണ് എന്നേ തോന്നുകയുള്ളൂ. കുരിശ് എടുത്തൊഴിവാക്കിയിട്ടുണ്ട്. അല്ലാത്ത പുറമെ നിന്ന് അങ്ങോട്ട് നോക്കിയാലും ഉള്ളിൽ കയറി നോക്കിയാലും ശരിയായ ചർച്ച് തന്നെയാണ് എന്ന് തോന്നും. പക്ഷേ കുരിശെടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ആൾത്താര എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ മെഹ്റാബിന് പകരം മറ്റ് ബിംബങ്ങളും പ്രതിമകളും. എന്താ ഇവിടുത്തെ പള്ളികളൊക്കെ ഈ ചർച്ച് പോലെ കാണുക? എന്താ ഇവിടുത്തെ പള്ളികളൊക്കെ ചർച്ചുകളെ പോലെ കാണുന്നത്? നിങ്ങളാരും അറബ് നാടുകളിലോ അല്ലെങ്കിൽ ഇസ്ലാമിക നാടുകളിലോ ഒന്നും പോയിട്ടില്ലേ? അവിടെ ഒന്നും പള്ളി ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? അവിടുത്തെ പള്ളികളെ പോലെ ഒരു മോഡൽ വരച്ച് നിങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അതുപോലത്തെ പള്ളി ഉണ്ടാക്കിക്കൂടായിരുന്നോ? ഇത് ഈ ക്രിസ്ത്യാനികളുടെ ചർച്ച് പോലെ നിങ്ങൾ എന്തിനാണ് പള്ളി ഉണ്ടാക്കിയത് എന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൗലാന യു നോ, actually all these mosques were church converted. ഈ പള്ളികളൊക്കെ ചർച്ച് കൺവേർട്ട് ചെയ്തതാണ്. അതായത് ക്രിസ്ത്യാനികളുടെ ചർച്ചുകൾ അവര് ക്യാഷ് കൊടുത്തു വാങ്ങി, മുസ്ലിങ്ങൾ ക്യാഷ് കൊടുത്തു വാങ്ങി അത് പള്ളിയായി ഉപയോഗിച്ചത്. Why you are purchasing these churches and making it, converting it to mosque? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചർച്ച് വാങ്ങി പള്ളിയാക്കുന്നത്? നിങ്ങൾക്ക് കുറച്ച് സ്ഥലം വാങ്ങി അവിടെ
ലമസ്ജിദുൻ നുസ്സിസ അലാ തഖ്വാ മിൻ അവ്വലി യൗം, പ്രഥമ ദിവസം തന്നെ തഖ്വയിൽ അധിഷ്ഠിതമായി സ്ഥാപിക്കപ്പെട്ട പള്ളി എന്ന് പറഞ്ഞ മാതിരി ആദ്യം തന്നെ പള്ളിയാക്കി ഉണ്ടാക്കിക്കൂടായിരുന്നോ എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ചോദിച്ചപ്പോ അയാൾ പറയുകയാണ്, മറ്റൊന്നുമല്ല, ഇവിടെ ഭൂമിക്ക് ഭയങ്കര വിലയാണ്. അതുകൊണ്ടൊരു പള്ളി ഉണ്ടാക്കാനുള്ള സ്ഥലം ആദ്യം ക്യാഷ് കൊടുത്തു വാങ്ങി പിന്നെ അതിന് പള്ളി ഉണ്ടാക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ സാധിക്കുന്ന വിഷയമല്ല, ഭയങ്കരമായ പൈസ വേണം. അപ്പൊ ഞാൻ ചോദിച്ചു, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏതെങ്കിലും ഒരു മറ്റു മതക്കാരുടെ സ്ഥാപനങ്ങൾ വാങ്ങി പള്ളിയാക്കുക എന്ന സ്വഭാവം തന്നെ ഇല്ല. മാത്രമല്ല, ഒരു മതക്കാരും ഞങ്ങളുടെ നാട്ടിൽ അവരുടെ ആരാധനാ സ്ഥലങ്ങൾ മറ്റുള്ള മതക്കാർക്ക് വിൽക്കുകയുമില്ല. അതെന്താണ് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ചർച്ച് മുസ്ലിങ്ങൾക്ക് വിറ്റത്? അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് വിശദീകരിക്കുകയാണ്, ഇവിടുത്തെ യങ് ജനറേഷൻ, ഇവിടെ ഇപ്പോൾ വളർന്നു വരുന്ന ഈ തലമുറ they have nothing to do with this religion. ഈ വരുന്ന തലമുറക്ക് മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. They are asking why these churches are built. We can spend the same amount for other purposes. നമ്മൾ എന്തിനാണ് ഈ ചർച്ചുകൾ ഉണ്ടാക്കാൻ ഇത്രയും വലിയ ക്യാഷ് ചെലവാക്കുന്നത്? ഇത് നമുക്ക് സിനിമാ തിയേറ്റർ ഉണ്ടാക്കാൻ, അതല്ലെങ്കിൽ ഒരു ഫിഷ് അക്വേറിയം ഉണ്ടാക്കാൻ, അതല്ലെങ്കിൽ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ടാക്കാൻ, ഇങ്ങനെ കുട്ടികൾക്കും മറ്റുമൊക്കെ വന്ന് തമാശയും കളിയും ഒക്കെ നടത്തുന്ന ഒരു കേന്ദ്രമാക്കിയാൽ പോരെ എന്ന് ചോദിക്കുന്ന തലമുറയായി മാറിയിട്ടുണ്ട്. If you go direct to a church, you will not see anyone at the time of worship inside these churches. നിങ്ങൾ ആരാധനയുടെ സമയത്ത്, സാധാരണ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് ഈ നാട്ടിലെ അധിക ചർച്ചുകളിലും ചെന്നാൽ അവിടെ ഒരു കുട്ടി പോലും അവിടെ പ്രാർത്ഥിക്കാൻ ഈ ചർച്ചുകളിൽ വന്നത് കാണുകയില്ല. അതുകൊണ്ട് ചർച്ചുകളിലെ പ്രീസ്റ്റുമാര്, പുരോഹിതന്മാര് തന്നെ ഈ ചർച്ചുകളുടെ ആവശ്യമില്ല, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കുറഞ്ഞ വിലക്ക് വിൽക്കുകയാണ് നല്ലത് എന്ന് തീരുമാനിച്ചു. ഏതാണ്ട് ഒരുപാട് ചർച്ചുകൾ, ആയിരക്കണക്കിന് ചർച്ചുകൾ ഇങ്ങനെ മുസ്ലിങ്ങൾക്കും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ വന്ന് താമസമാക്കിയ സിഖുകാർക്കും ഹിന്ദുക്കൾക്കും ഒക്കെ വിറ്റിരിക്കുകയാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും പരിഷ്കരിച്ച രാജ്യമാണ് അമേരിക്ക. ലോകത്തെ എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും കേന്ദ്രമാണ് അമേരിക്ക. ഇന്നത്തെ മാതൃഭൂമിയുടെ ഫസ്റ്റ് പേജിൽ വായിക്കാനിടയായി പുതിയ തരം കൃഷി കണ്ടുപിടിച്ചിരിക്കുകയാണ് ലോകം. പുതിയ തരം കൃഷികൾ എന്ന് പറഞ്ഞാൽ നെല്ല്, പച്ചക്കറി, ഇതൊക്കെ കൃഷി ചെയ്യാറുണ്ടല്ലോ. ഇന്ന് നമ്മൾ നെല്ല് കൃഷി ചെയ്ത് ആ നെല്ല് കുത്തി അരിയാക്കി ആ അരി കൊണ്ട് ചോറുണ്ടാക്കി, ചോറിന് കറി വാങ്ങണമെങ്കിൽ ഇറച്ചി വേറെ വാങ്ങണം. എന്നാൽ ലോകത്ത് പുതിയ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചോറ് വെച്ചാൽ അതിന് ചാറ് വെക്കാൻ ഇറച്ചി വേറെ വാങ്ങാതെ കഴിയും. ഈ ചോറിനുള്ള അരിയിൽ തന്നെ ഇറച്ചി ഉണ്ടാക്കാനുള്ള വിദ്യ ലോകത്തിൽ നിന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാ ലോകത്തുണ്ടായത് നിങ്ങൾക്കറിയില്ലേ? മനുഷ്യന്റെ ഒരു ചെറിയ കോശം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജീവിയുടെ കോശം, ഒരു ആടിന്റെ കോശം എടുത്ത് ആ കോശത്തിൽ നിന്നും വേറെ ഒരു ആടിനെ ഉണ്ടാക്കുക, വേറെ പശു. മനുഷ്യന്റെ പ്രത്യേക ജീനുകൾ പച്ചക്കറികളിലും മറ്റ് കൃഷി സാധനങ്ങളിലും ഒക്കെ ഉപയോഗിച്ച് ഈ അരിയും ഈ പിന്നിൽ അമേരിക്കയാണ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലിയ പരിഷ്കരിച്ച രാജ്യമാണ് അമേരിക്ക. സദ്ദാം ഹുസൈനെയും കുവൈത്തിനെയും അതുപോലെ തന്നെ മുല്ലാ ഉമറിനെയും അഫ്ഗാനിസ്ഥാനെയും എല്ലാം തകർത്തു കഴിഞ്ഞു. ഇനി ഉമറുൽ ബഷീറിനെയും സുഡാനെയും തകർക്കാൻ കാത്തിരിക്കുകയാണ്.
റഫ്സൻജാനിയെയും ഇറാന്റെയും മേൽ ബോംബിടാൻ കാത്തിരിക്കുകയാണ്. കിം ഉൽ ജുങ്ങിനെയും നോർത്ത് കൊറിയയെയും തകർക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അമേരിക്ക. അങ്ങനത്തെ ഏറ്റവും പരിഷ്കരിച്ച അമേരിക്കയിൽ ജനങ്ങൾക്ക് മതം വേണ്ടാതായിരിക്കുകയാണ്, ജനങ്ങൾക്ക് പള്ളി വേണ്ടാതായിരിക്കുകയാണ്, ജനങ്ങൾക്ക് അല്ലാഹുവിനെ വേണ്ടാതായിരിക്കുകയാണ്. ലോസ് ആഞ്ചലസിലെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ അവിടത്തെ മതിലിൽ എഴുതി വെച്ച ഒരു പരസ്യം കണ്ടു, ഗോഡ് ഹാഡ് ഡൈഡ് വി ഹാഡ് കിൽഡ് ഹിം. അതിന്റെ അർത്ഥം ദൈവം ചത്തുപോയി, ദൈവം ചത്തുപോയി, വി ഹാഡ് കിൽഡ് ഹിം, ഞങ്ങളാണ് ദൈവത്തെ കൊന്നുകളഞ്ഞത്. ദൈവം എന്ന് അവരുടെ ഭാഷയിൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അള്ളാനെ ഞങ്ങൾ കൊന്നിട്ടുണ്ട്, അതൊന്നുമില്ല ഇനി. അതുകൊണ്ട് തന്നെ ഈ പള്ളികൾ തിയേറ്റർ ആക്കിയാൽ കുട്ടികൾക്ക് വന്ന് അവിടെ സിനിമ കാണാം. അല്ലെങ്കിൽ ഈ പള്ളി പൊളിച്ച് ആ പള്ളിയുടെ അത്രയും സ്ഥലം ഒരു ടെന്നീസ് കോർട്ടാക്കിയാൽ അവിടെ ടെന്നീസ് കളിക്കാൻ വേണ്ടി സാനിയ മിർസയെയോ അതുപോലെയുള്ള ആളുകളെയോ വിളിച്ചു വരുത്താൻ പറ്റും. അതല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ആക്കിയാൽ പാകിസ്ഥാനിൽ നിന്ന് ഇൻസമാമുൽ ഹക്കും ഇവിടെ നിന്ന് സച്ചിൻ തെണ്ടുൽക്കറും ഒക്കെ വന്ന് ക്രിക്കറ്റ് കളിക്കും. അങ്ങനെ വലിയ പിരിവും പൈസയും ഒക്കെ ഉണ്ടാക്കാം. പെണ്ണുങ്ങളടുത്തേക്ക് ബക്കറ്റ് കൊടുത്തയച്ച് 5 പൈസ അല്ലെങ്കിൽ 1 ഉറുപ്പിയോ ഒന്നും പിരിവ് വാങ്ങേണ്ട ആവശ്യം ഉണ്ടാകൂല എന്ന് ചിന്തിക്കുന്ന സമൂഹം തലമുറ വരാൻ പോവുകയാണ്. അത് വരാതിരിക്കണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെ മക്കളെ നമ്മൾ ശരിയായി പഠിപ്പിച്ചേ മതിയാകൂ. ലോകത്ത് പള്ളികൾ ഇല്ലാതെയായി പോയാൽ, ലോകത്ത് മദ്രസകൾ ഇല്ലാതെയായി പോയാൽ ഉസ്താദുമാരെയും മാതാപിതാക്കളെയും ബഹുമാനിക്കണം എന്ന് നമ്മളൊക്കെ പഠിച്ചതുപോലെയുള്ള പാഠങ്ങൾ ഈ നാട്ടിൽ പഠിപ്പിക്കുന്നത് അവസാനിച്ചു പോയാൽ എന്തായിരിക്കും ഈ ലോകത്തിന്റെ അവസ്ഥ? നിങ്ങൾ പേപ്പർ വായിക്കലില്ലേ? പേപ്പറുകളിൽ എന്തെല്ലാമാണ് കാണുന്നത്? സിനിമ കാണാൻ ടിക്കറ്റിന് വേണ്ടി പൈസ ചോദിച്ച കുട്ടിയോട് ഉമ്മ പറയുകയാണ്, മോനെ സിനിമ കാണാൻ പോകരുത്, ഇനി നീ പോകണം എന്ന് വാശി പിടിച്ചാൽ തന്നെ ടിക്കറ്റ് തരാൻ വേണ്ടി, ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി നിനക്ക് പൈസ തരാൻ എന്റെ കയ്യിൽ പൈസയില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം മകൻ ആ ഉമ്മായെ അടുക്കളയിൽ പോയി പച്ചക്കറി വെട്ടുന്ന കത്തിയെടുത്തുകൊണ്ട് ഉമ്മായെ വെട്ടിയ സംഭവം കഴിഞ്ഞയാഴ്ച പേപ്പറുകളിൽ നിങ്ങൾ വായിച്ചില്ലേ? സിനിമ കാണാൻ ടിക്കറ്റ് എടുക്കാനുള്ള പൈസ കൊടുക്കാത്തതിന്റെ പേരിൽ ഉമ്മയെ കുത്തിക്കൊന്ന മകനും ഈ മുസ്ലിം സമുദായത്തിൽ പെട്ടവനായിരുന്നു എന്ന് നിങ്ങൾ അറിയണം. മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നലത്തെ മലയാള മനോരമയിൽ കോഴിക്കോട് വെച്ച് വായിക്കാൻ കഴിഞ്ഞു. എന്താണ് സംഭവം? സ്വന്തം മകൻ ബാപ്പായെ അടിച്ചു കൊന്ന സംഭവം ഇന്നലത്തെ പേപ്പറിൽ കണ്ടു. ഓരോ ദിവസത്തെയും പേപ്പറുകളിൽ ഉമ്മയെ മകൻ കൊല്ലുന്നതും മാത്രമല്ല, മകളുമായി സ്വന്തം വാപ്പ ഒരു തരത്തിലും ഒരു വാപ്പ മകളുമായി ബന്ധപ്പെടാൻ പാടില്ലാത്ത മാതിരി ഹറാമായ ബന്ധങ്ങളിൽ ഏർപ്പെട്ടതും, അതുപോലെ തന്നെ ചെറിയ തർക്കത്തിന്റെ പേരിൽ അതിർത്തിയിൽ കുത്തിയിരുന്ന ഒരു മരത്തിന്റെ ഒരു കൊമ്പ് ജ്യേഷ്ഠൻ വെട്ടിയതിന്റെ പേരിൽ ജ്യേഷ്ഠനെ അനുജൻ വെട്ടിക്കൊന്നതും, ഒരു ചെറിയ അതിർത്തി തർക്കത്തിന്റെ പേരിൽ വലിയ കുടുംബ കലഹമുണ്ടായി ആളുകൾ കൊല്ലപ്പെട്ടതും, ഇങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി കൊലപാതകം നടത്തുന്നതുമായ എത്രയോ റിപ്പോർട്ടുകൾ ഓരോ ദിവസവും പത്രങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാകും, വളരെയധികം പ്രയാസപ്പെട്ടു ഒരു ഉമ്മ ഒരു മകനെ വളർത്തിയ കഥ കണ്ണൂർ ജില്ലയിലെ ചപ്പാരപ്പടവ് എന്ന സ്ഥലത്ത്. എനിക്ക് തോന്നുന്നു ഒരു 5-8 കൊല്ലം മുമ്പാണ് പത്രത്തിൽ വന്ന വാർത്ത എനിക്ക് ഓർമ്മ. വളരെ കഷ്ടപ്പെട്ടാണ് ആ ഉമ്മ കുട്ടിയെ വളർത്തിയത്. ആ കുട്ടിയെ വളർത്താൻ വേണ്ടി ഉമ്മ എത്രമാത്രം കഷ്ടപ്പെടും എന്നറിയാമോ? പരിസരത്തുള്ള അയൽപക്കത്തുള്ള വീടുകളിൽ പോയി അവരുടെ വസ്ത്രങ്ങളൊക്കെ അലക്കി തിരുമ്പിക്കൊടുക്കും.
അവിടുത്തെ പാത്രങ്ങൾ മുഴുവൻ കഴുകിക്കൊടുക്കും, അവിടുത്തെ വീട്ടുവേലകളൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെ കിട്ടുന്ന കുറഞ്ഞ അരിയും സാധനവുമായി സ്വന്തം വീട്ടിൽ വന്ന് ആ അരി കൊണ്ട് മകന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ മകനെ വളർത്തുകയാണ്. മകനെ പക്ഷേ മദ്രസയിൽ പറഞ്ഞേക്കാൻ ആ ഉമ്മ മറന്നുപോയി, സ്കൂളിൽ മാത്രം പറഞ്ഞയച്ചു. അങ്ങനെ ഒരു ദിവസം ഉച്ചക്ക് സ്കൂള് വിട്ടു വന്ന മകന്റെ മുന്നിൽ ഉമ്മ വളരെയധികം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചോറും അതുപോലെ തന്നെ കറിയും എടുത്തു വെച്ചു. ആ കറി ചോറിലൊഴിച്ചു ഒരു പിടി വായിൽ വെച്ച് അങ്ങനെ തന്നെ തുപ്പി. ആ കുട്ടി അങ്ങോട്ട് എഴുന്നേറ്റിട്ട് അടുക്കളയിൽ വെച്ചിരുന്ന ആ വെട്ടുകത്തി എടുത്തുകൊണ്ട് ഉമ്മയെ വെട്ടിക്കൊല്ലുകയാണ്. ശബ്ദം കേട്ട് ബഹളം കേട്ട് ഓടി വന്ന ആൾക്കാർ ആ കുട്ടിയോട് ചോദിച്ചു, അല്ല കുട്ടി, സ്വന്തം ഉമ്മായ നീ വെട്ടിക്കൊല്ലാൻ മാത്രം വലിയ കുറ്റം നിന്റെ ഉമ്മ എന്താണ് ചെയ്തത്? കുട്ടി പറഞ്ഞ മറുപടി, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. എന്റെ ഉമ്മ എനിക്ക് തന്ന കറിയിൽ, എന്റെ ഉമ്മ എനിക്ക് ചോറിന് കൂട്ടാൻ തന്ന കറിയിൽ ഉപ്പ് കൂടുതലായിരുന്നു എന്നാ കുട്ടി പറയാനുണ്ടായ. അങ്ങനെ കറിയിൽ ഉപ്പ് കൂടിയതിന്റെ പേരിൽ ഉമ്മാനെ വെട്ടിക്കൊല്ലാൻ തയ്യാറായ ആളുകളാണ് ഈ ലോകത്ത് ജീവിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ നിലക്കുള്ള സ്വഭാവത്തിന് അവരങ്ങനെ വിട്ടാൽ, മതവിദ്യാഭ്യാസം നൽകാതെ പള്ളിയിലേക്ക് അവരെ പറഞ്ഞയക്കാതെ SSFുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സുന്നത്തിയമായത്തിന്റെ പ്രസ്ഥാനവും സംഘടനയുമായിട്ട് SBS-ഉമായിട്ട് നമ്മളെ കുട്ടികളെ അതുമായി പരിചയപ്പെടുത്താതെ വെറും സ്കൂളിലൂടെ മാത്രം പറഞ്ഞയച്ചാൽ ഉണ്ടാകൽ ഇതുപോലെയൊക്കെയാണ്. ഉമ്മായെ വെട്ടിക്കൊല്ലുന്നതിന് ആ കുട്ടിക്ക് യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല. ഉമ്മായെ കുട്ടി മനസ്സിലാക്കുന്നത് ഏതോ സാധാരണ പെണ്ണുങ്ങളെ പോലെ തന്നെയാണ്. അനിഷ്കുർലി വലിവാരിതൈ, മോനെ നീ എനിക്ക് എപ്രകാരം നന്ദി ചെയ്യാൻ ബാധ്യസ്ഥനാണോ? അല്ലാഹു തആല മനുഷ്യന്മാരോട് പറയുകയാണ്, മനുഷ്യരെ, നിങ്ങളെ നാം ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചു. നിങ്ങൾക്ക് ശ്വസിക്കാനുള്ള വായു തന്നു, നിങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരം തന്നു, നിങ്ങൾക്ക് താമസിക്കാനുള്ള പാർപ്പിടം തന്നു. സൂര്യന്റെ ശക്തമായ ചൂടിൽ നിന്നും അതുപോലെ തന്നെ പലപ്പോഴും ഉണ്ടാകുന്ന കൊടും ശൈത്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് ആവശ്യമുള്ള സർവ്വ സൗകര്യങ്ങളും ചെയ്തു തന്നു. അങ്ങനത്തെ സൃഷ്ടാവായ എനിക്ക് നിങ്ങൾ എപ്രകാരം നന്ദി ചെയ്യാൻ ബാധ്യസ്ഥരാണോ, അതുപോലെ തന്നെ നിന്റെ മാതാപിതാക്കളോടും നീ ബാധ്യതയുള്ളവനാണ്. ഇത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു എങ്കിൽ ഈ പാഠം ഓർമ്മ. ഒരാൾ ഒരു ഗ്രൂപ്പിലും മറ്റേയാൾ മറ്റേ ഗ്രൂപ്പിലുമായപ്പോൾ ആ ഒരു പിളർപ്പിന്റെയും ഗ്രൂപ്പിസത്തിന്റെയും പേരിൽ സ്വന്തം സഹോദരനെ കൊല്ലാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ മദ്രസയിലും പള്ളിയാര കാര്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഒരു സമൂഹം ആ അറബി സമൂഹത്തെ ഇസ്ലാമിന്റെ സുന്ദരമായ പാഠങ്ങൾ നൽകി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലം കൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയായ സമൂഹമാക്കി മാറ്റുകയാണ്. അങ്ങനെ നോക്കണം, ഒരു മുറുക്ക് ഒട്ടകം ഒരു മുറുക്ക് വെള്ളം കുടിച്ചതിന് അങ്ങനെ ഒരു മുറുക്ക് വെള്ളം ഒരു ഒട്ടകം വന്നു കുടിച്ചതിന്റെ പേരിൽ തുടങ്ങിയ യുദ്ധത്തിൽ 100 കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെടാൻ പറ്റിയ യുദ്ധം ചെയ്ത് അത്രയും വലിയ ദുസ്വഭാവമുള്ള യുദ്ധക്കൊതിയന്മാരായിരുന്ന സമൂഹത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുത്തു. സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം എപ്രകാരമാകണമെന്ന് പഠിപ്പിച്ചു. മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിച്ചു. ഉസ്താദുമാരോട് ശിഷ്യന്മാർക്കും വിദ്യാർത്ഥികൾക്കും എത്രമാത്രം കടപ്പാടുണ്ട് എന്ന് പഠിപ്പിച്ചു. അങ്ങനെ അതാ മൂത്തത്ത് യുദ്ധം എന്ന് പറയുന്ന യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു സ്വഹാബി കാഫിറിന്റെ ശത്രുവിന്റെ വെട്ടേറ്റ് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് ദാഹം സഹിക്കവയ്യാതെ വെള്ളം വേണം എന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സക്രാത്തിന്റെ സമയത്ത് വെള്ളം വേണം എന്ന് ദാഹിച്ച് കരഞ്ഞപ്പോൾ മറ്റൊരു സ്വഹാബി വെള്ളവുമായിട്ട് അടുത്തു ചെല്ലുന്നു.
ആ വെള്ളം വായിലേക്ക് ഒഴിക്കാൻ നേരത്തതാ അപ്പുറത്ത് നിന്ന് വേറൊരാള് വെട്ടേറ്റ് വീണ് അയാള് എനിക്ക് വെള്ളം വേണം എന്ന് പറയുന്ന ശബ്ദം ആദ്യം വെള്ളം ചോദിച്ചു മരിക്കാനായി കിടക്കുന്ന സ്വഹാബി കേൾക്കുകയാണ്. ആ സ്വഹാബി തന്റെ വായിന്റെ മുമ്പിലെത്തിയ വെള്ളം കുടിക്കാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹം ഉടനെ തന്നെ പറയുകയാണ്, എന്റെ സഹോദരന് കൊണ്ടുപോയി കൊടുക്കൂ. രണ്ടാമത്തെ സ്വഹാബിയുടെ അടുത്തെത്തി. ആ സമയത്ത് മൂന്നാമതൊരു സ്വഹാബി വെട്ടേറ്റ് വീഴുകയും എനിക്ക് വെള്ളം വേണമെന്ന് വിളിച്ചു പറയുകയും ചെയ്തു. ആ സമയത്ത് രണ്ടാമത്തെ സ്വഹാബിയും വെള്ളം കുടിക്കാതെ എന്റെ സഹോദരന് കൊടുക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ വെള്ളം കൊണ്ടുവന്ന സ്വഹാബി മൂന്നാമത്തെ ആളടുത്തേക്ക് എത്തിയപ്പോഴേക്കും ആ വെള്ളം കുടിക്കുന്നതിന്റെ മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെട്ടുപോയി. തിരിച്ചു വേഗം വന്നപ്പോഴേക്ക് രണ്ടാമത്തെ ആളും പിന്നെയും വന്നപ്പോഴേക്ക് ആദ്യത്തെ ആളും എല്ലാവരും മരിച്ചുപോയി. ഒരു കാലഘട്ടത്തിൽ ഒരൊട്ടകം ഒരു മുറുക്ക് വെള്ളം കുടിച്ചതിന്റെ പേരിൽ കൊല്ലങ്ങളോളം നീണ്ട യുദ്ധം ചെയ്ത് നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ആ അറബി സമൂഹത്തെ മരണത്തിന്റെ സമയത്ത്, സക്രാത്തുൽ മൗത്തിന്റെ സമയത്ത് സ്വന്തം വായിന്റെ മുമ്പിലെത്തിയ വെള്ളം അത് ഞാനല്ല കുടിക്കേണ്ടത്, എന്റെ സഹോദരനാണ്. നിന്റെ സ്വന്തം താല്പര്യത്തിനേക്കാൾ നിന്റെ സഹോദരന്റെ താല്പര്യത്തിന് മുൻഗണന നൽകണം എന്ന് പഠിപ്പിച്ച ആ ഇസ്ലാമിന്റെ വക്താക്കൾ മരിക്കുന്ന സമയത്ത് പോലും പ്രിയപ്പെട്ടവരെ സ്വന്തം താല്പര്യം പരിഗണിച്ചില്ല, മറ്റുള്ളവരുടെ താല്പര്യം. ഈ ചരിത്രമൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ ആ കുട്ടിക്ക് സ്വന്തം നാട്ടുകാരനെ കൊല്ലാൻ കഴിയില്ല, അയൽവാസിയെ കൊല്ലാൻ കഴിയില്ല. അതുപോലെ തന്നെ മാതാപിതാക്കളെ ചീത്ത പറയാനോ അവരെ വേദനിപ്പിക്കാനോ അവരോട് അവർക്കിഷ്ടമില്ലാത്ത രൂപത്തിൽ പെരുമാറാനോ ഒന്നും തന്നെ സാധ്യമാവുകയില്ല. പക്ഷേ അതിനൊക്കെ എന്ത് വേണമെന്നറിയോ? ദീനിനെ സംബന്ധിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ദീൻ ഇവിടെ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അതിനുള്ള കേന്ദ്രങ്ങൾ ഇവിടെ നിലനിൽക്കണം. അമേരിക്കക്കാരനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചർച്ചുകൾ ഞങ്ങൾക്ക് ആവശ്യമില്ല, പള്ളികൾ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ പള്ളികളൊക്കെ വിൽക്കാനോ പൊളിക്കാനോ തയ്യാറായി എങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നടക്കുന്ന അത്രയും അക്രമ പ്രവർത്തനങ്ങൾ ലോകത്ത് മറ്റു ഒരു രാജ്യത്തും നടക്കുന്നില്ല എന്നതാണ് വസ്തുത. നിങ്ങൾ കേട്ടിട്ടില്ലേ, അമേരിക്കയിലെ ഓക്ലഹോമ സിറ്റിയിൽ, ഓക്ലഹോമ എന്ന് പറയുന്ന സിറ്റിയിലെ സ്കൂളിൽ വെറും 12 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി, 12 വയസ്സായ കുട്ടി എന്ന് പറഞ്ഞാൽ സ്കൂളിൽ 4ാം ക്ലാസ്സിലെ കുട്ടിയാണ്. ആ 4ാം ക്ലാസ്സിലെ കുട്ടി സ്കൂളിൽ വന്ന് അവന്റെ ബാഗിൽ, സ്കൂൾ ബാഗിൽ വെച്ചിരുന്ന തോക്കെടുത്ത് അവന്റെ ക്ലാസ്സിലുള്ള ടീച്ചറെയും 16 സഹപാഠികളെയും വെടിവെച്ചങ്ങു. 12 വയസ്സ് മാത്രമുള്ള അമേരിക്കയിലെ സ്കൂൾ കുട്ടി സ്കൂളിലേക്ക് വരുന്നത് പുസ്തകങ്ങളും ഉച്ചക്ക് കഴിക്കാനുള്ള ചോറിൻ പാത്രവുമായിട്ട് അല്ല വരുന്നത്. നിങ്ങൾ ആലോചിക്കണം, കുട്ടികളുടെ ബാഗിൽ വലിയ ശക്തിയുള്ള ഓട്ടോമാറ്റിക് റിവോൾവറുകളും അതുപോലത്തെ തോക്കുകളുമായി. എന്നിട്ടോ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് തനിക്ക് ക്ലാസ് എടുക്കുന്ന ടീച്ചറെയും മാത്രമല്ല തന്റെ സഹപാഠികളായ 16 പേരെയും കൊന്നൊടുക്കിയത്. ഇത് ഓക്ലഹോമ സിറ്റിയിൽ മാത്രമല്ല, അമേരിക്കയിൽ കഴിഞ്ഞ വർഷം തന്നെ മസാച്യുസെറ്റ്സിൽ 13 പേരുടെ മരണത്തിനിടയാക്കിയത് മറ്റൊരു സ്കൂൾ കുട്ടി വെടിവെച്ചിട്ടാണ്. അങ്ങനത്തെ എത്രയോ സംഭവം ഓരോ ദിവസവും ചുരുങ്ങിയത് സ്കൂൾ വിദ്യാർത്ഥികളിൽ സ്കൂളിൽ വെച്ച് വെടിവെച്ചതിന്റെ പേരിൽ 100-ലധികം ആളുകൾ ഓരോ വർഷവും അമേരിക്കയിൽ കൊല ചെയ്യപ്പെടുന്നു എന്നതാണ് കണക്ക്. അപ്പോ പള്ളി വേണ്ട, ദീന് വേണ്ട, മതം വേണ്ട, ഇതൊന്നും പഠിപ്പിക്കണ്ട. ഞങ്ങൾക്ക് ജോർജ് ബുഷിന്റെ ശാസ്ത്രീയ സാങ്കേതികവുമായ പുരോഗതി മതി. ഞങ്ങൾ ലോകം മുഴുവൻ കീഴടക്കാൻ മതിയായവരാണ്. ഞങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഞങ്ങൾ അവരുടെ നാട്ടിൽ പോയി യുദ്ധം ചെയ്യും എന്നൊക്കെ വീമ്പ് പറയുന്ന ആ അമേരിക്കയുടെ അവസ്ഥയാണ് ഇപ്പോൾ പറയുന്നത്.
ആർക്കും ഒരു സമാധാനവുമില്ല. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ മുഴുവൻ സ്കൂൾ ബാഗുകളിൽ തോക്കുണ്ട്. അമേരിക്കയിലെ എല്ലാ പൗരന്റെയും കൈവശം സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള തോക്കിനുള്ള ലൈസൻസ് ഉണ്ട്. എല്ലാവർക്കും തോക്കിനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. കാരണം എന്താ? അവിടെ നമ്മുടെ നാട്ടിലുള്ളത് പോലത്തെ മനുഷ്യ സംസ്കാരമല്ല അവിടെയുള്ളത്. മറിച്ച് കൊല ചെയ്യുന്ന പൈശാചിക സംസ്കാരമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്കിവിടെ പുതിയ പള്ളി പണിയാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. മദീനയിലെ പള്ളിയെ സംബന്ധിച്ച് നാം ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കായിൽ പ്രബോധന പ്രവർത്തനവുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ശത്രുക്കളുടെ എതിർപ്പ് അതിന്റെ എല്ലാ അതിർത്തികളും ലംഘിക്കുകയാണ്. ഒരു ദിവസം പരിശുദ്ധ കഅബയുടെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആഴ്ചകൾക്ക് മുമ്പ് അറുക്കപ്പെട്ട ഒട്ടകത്തിന്റെ ചീഞ്ഞു നാറുന്ന കുടൽമാല കൊണ്ടുപോയി പ്രിയപ്പെട്ട സഹോദരന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിലിടുകയുണ്ടായി. മറ്റൊരു ദിവസം അതേ സ്ഥലത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നിലൂടെ വന്നുകൊണ്ട് കഴുത്തിൽ ഷാളിട്ട് മുറുക്കി കൊല്ലാനൊരുങ്ങി. അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബിയല്ലാഹ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാഞ്ഞു വന്നുകൊണ്ട് ആ ഖുറൈശികളായ ശത്രുക്കളെ പിടിച്ചു മാറ്റിക്കൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്, അല്ലയോ മനുഷ്യരെ, നിങ്ങൾ ഈ പാപപ്പെട്ട മനുഷ്യനെ എന്തിനാണ് കൊല്ലാൻ പോകുന്നത്? എന്ത് തെറ്റാണ് ഈ പാപം ചെയ്തത്? എന്റെ സൃഷ്ടാവായ അല്ലാഹുവിന് മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഈ പാപം മനുഷ്യനെ നിങ്ങൾ കൊല്ലുകയാണോ എന്ന് ചോദിച്ച് പിടിച്ചു മാറ്റുകയുണ്ടായി. മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ബീബി സുമയ്യ റളിയല്ലാഹു അൻഹയെയും അവരുടെ ഭർത്താവ് യാസിറിനെയും അവരുടെ പൊന്നോമനപുത്രനായ അമ്മാറിനെയും ഒക്കെ ലോകത്ത് മറ്റു ഒരു ക്രൂരനും ചെയ്തിട്ടില്ലാത്ത വിധം വളരെയധികം പീഡനങ്ങൾക്ക് വിധേയമാക്കി മണലിൽ ചുട്ടുപഴുത്ത മണലിൽ നട്ടുച്ച സമയത്ത് കിടത്തിക്കൊണ്ട് മണിക്കൂറുകളോളം തീയിലിട്ട് ചൂടാക്കിയ ഇരുമ്പിന്റെ വടി മൂത്രദ്വാരത്തിലൂടെ പ്രവേശിപ്പിച്ചുകൊണ്ട് സുമയ്യ മുഹമ്മദിന്റെ പാർട്ടിയിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ തന്നെ മരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കെന്നെ എന്തും ചെയ്യാം, നിങ്ങൾക്കെന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കാം, എന്റെ കാതുകൾ അരിഞ്ഞു മാറ്റാം, നിങ്ങൾക്കെന്റെ ശരീരത്തിന്റെ ഓരോ കഷ്ണങ്ങളും മുറിച്ചു മാറ്റാം, പക്ഷേ പൊന്നുപോലെ ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച ആ ഈമാന്റെ പ്രകാശം ഊതിക്കെടുത്താൻ നിങ്ങളുടെ പീഡനങ്ങൾക്കോ കിരാതമർദ്ദനങ്ങൾക്കോ സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി സഹോദരിമാരുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യത്തെ ഷഹീദത്തായി സുമയ്യ റളിയല്ലാഹു അൻഹ ചരിത്രം കുറിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്ത് നരകതുല്യമായ പീഡനങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിച്ചപ്പോൾ മക്കയിൽ ഇനി ഒരു നിലക്കും തങ്ങാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുകയാണ്. സഹാബാക്കളും തന്നെ നേരത്തെ തന്നെ ഒരു വിഭാഗം എത്യോപ്യയിലേക്കും മറ്റൊരു വിഭാഗം മദീനയിലേക്കും ഒക്കെ ഹിജ്റ പോയിരുന്നു. അങ്ങനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ ചെയ്ത് മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അങ്ങനെ ആ പള്ളി നിർമ്മാണം നടത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോടായി പറഞ്ഞു, പള്ളി അതാണ് അഹബ്ബുൽ ബിഖാഇ ഇലല്ലാഹി മസാജിദുഹാ വശർറുഹാ സിവാഖുഹാ. ഈ ലോകത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അത് അല്ലാഹുവിന്റെ പള്ളികളാണ്. അതേസമയം അല്ലാഹു തആലക്ക് ഏറ്റവും വെറുപ്പുണ്ടാകുന്ന സ്ഥലം അവിടുത്തെ മാർക്കറ്റുകളാണ്, അങ്ങാടികളാണ്. കാരണം അങ്ങാടികളിൽ ഇല്ലാത്ത കച്ചറകളിൽ പള്ളിയാണ് ഏറ്റവും ഉത്തമമായ സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബാക്കളെ പഠിപ്പിക്കുകയാണ്. സ്വഹാബാക്കളെ, പള്ളിയുടെ അയൽവാസിയായ ആളുകൾക്ക് ഒരുപാട് വലിയ ബാധ്യതകളുണ്ട്.
പള്ളിയുടെ അയൽവാസിയായ മനുഷ്യർക്ക് ആ പള്ളിയിൽ വന്നിട്ടല്ലാതെ നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം പൂർണ്ണമാവുകയില്ല. ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദ്. പള്ളിയുടെ അയൽവാസികൾ പള്ളിയിൽ വന്ന് നിസ്കരിച്ചെങ്കിലേ അവരുടെ നിസ്കാരം പൂർണ്ണമാവുകയുള്ളൂ. അവർ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ അവരുടെ നിസ്കാരം അപൂർണമായിരിക്കും. മാത്രമല്ല, പുണ്യങ്ങൾക്ക് വേണ്ടി വളരെയധികം താല്പര്യവും ആത്മാർത്ഥതയും കാണിക്കുന്ന സ്വഹാബാക്കളോട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പുണ്യമുള്ള കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. കസ്റത്തുൽ ഖുതാ